അതോടൊപ്പം അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ല, UDF-ന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ലീഗിന്റെ? അല്ല, പാർട്ടി ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ വേറെ മീറ്റിങ്ങിൽ ജലീസ് യാത്രകൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു. ഈ ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് ആലോചിച്ച് നമ്മളായിട്ട് കൂടിയാലോചിക്കുന്നത്. ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആലോചന. ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തി ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു, പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF-ആണ്. അപ്പോൾ അവിടെ ബൈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF-ആണ് അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിൻ്റെ അത് ശരിയല്ല. ഞങ്ങളെന്താ നമ്മളെത്തി ആലോചിച്ചപ്പോൾ നമുക്ക് സർപ്രൈസാണ്. നമ്മളെത്തി യാതൊരു ലീഗിന് സന്തോഷം പകരുന്ന തീരുമാനമാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് സംബന്ധിച്ച് UDF-ന് പിന്തുണക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നത് ശരിയല്ല. നമുക്ക് സർപ്രൈസാണ്. ഇന്ന് വരുന്ന പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നത് ഏത് ചാനൽ ഇന്നലെ പൈസ ഞാൻ കണ്ടെത്താൻ ഞാൻ അറിയുന്നത്. ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയും. ഒപ്പം തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞത് നിലമ്പൂരിൽ BSY മത്സരിക്കട്ടെ, ഷൗക്കത്ത് വേണ്ടതൊക്കെയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അൻവർ പറയുന്നത് UDF-ന് തലവേദനയാണില്ല. അതെന്നെ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ UDF-ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് കോൺഗ്രസ്-ആണ് ജാതി ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF-ആണ്. UDF-ഉം കൂട്ടായി എടുക്കുന്ന തീരുമാനിക്കുന്ന കൂടെ ഈ വിഷയത്തിൽ ലീഗ് ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കളായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ചെയ്തു. ഈ അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു. പ്രതിപക്ഷ നേതാക്കളും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടിയവരൊക്കെ വിളിച്ചു. മറ്റുള്ളവരിപ്പോൾ വിളിക്കാൻ പോകും. അവരുടെ തീരുമാനം തന്നെയാണോ UDF? എല്ലാവരും പറഞ്ഞത് UDF കൂടിയാണ്. 2026 ഭരണം തിരിച്ചിട്ടാൽ സാധ്യമായ എല്ലാ വഴിയും പരീക്ഷിക്കുമെന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത്. അതിന് അൻവറിന്റെ സഹകരണം നല്ല വഴിയായിരിക്കും. അല്ല, തങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലീഗ് നിൽക്കുന്നത്. സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ്. അത് ഈ കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ഇതിന് ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ. അന്ന് ഈ വിഷയം ഇല്ലല്ലോ. ഇപ്പോൾ വന്നത് UDF ആലോചിക്കേണ്ടത്. അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു UDF സജ്ജാണോ? UDF എപ്പോഴും സജ്ജാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. UDF എപ്പോഴും സജ്ജാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് അനുകൂലമായി തോന്നുന്നു. ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. UDF നല്ല വിജയം.